ഫ്രണ്ട്സേ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ പറയാൻ വന്ന കാര്യമേ, എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പം 19 ദിവസമായി കേട്ടോ. മനുഷ്യർ മരിക്കുകയാണോ ചാകുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തോ? മനുഷ്യരെന്ന് ഉള്ളവർ മരിക്കുകയാണോ ചാകുകയാണോ? എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള സംഭവം മനുഷ്യർ മരിക്കുകയാണ്. ചാവുന്ന ആരാ? പട്ടി, പൂച്ച, കോഴി ഇതുപോലെയുള്ള ഇഴജന്തുക്കളും അങ്ങനത്തുള്ള ജന്തുക്കളും പശുക്കളും ഒക്കെയാണ് ചാകുന്നത്. പശു മരിച്ചെന്നാരെങ്കിലും പറയുന്നു? ആന മരിച്ചെന്നാണോ പറയുന്നത്? ആന ചത്തു അല്ലെങ്കിൽ ആന ചരിഞ്ഞു അങ്ങനല്ലേ പറയത്തുള്ളൂ. മനുഷ്യനെങ്ങനെയാണ് പറയുന്നത്? മനുഷ്യൻ ചത്തെന്നാരെങ്കിലും പറയുമോ? ചാകുന്നത് ആരാ? വെറും പുഴുക്കളും അതുപോലെയുള്ള മനുഷ്യർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വിലയും നിലയുണ്ട്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പനാണെങ്കിൽ, എൻ്റെ പപ്പ മരിച്ചിട്ട് 42 വർഷമായി. ഓരോരുത്തർ വന്ന് ഞാനിപ്പം ഓരോരുത്തർ വന്ന് അപ്പൻ്റെ പേര് പറഞ്ഞു, ഓരോന്ന് ഇത് പറയുന്നു. മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നിട്ടില്ല. ഇപ്പോഴും ഇതായിട്ട് ഇന്നിപ്പം 19 ദിവസമേ ഉള്ളൂ. അവരുടെ പേര് വരെ ഉച്ചരിക്കുവാണ്. എന്തോ തോന്നിയവാസമാണ് ഈ പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അമ്മയും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരാണ് ചാകുന്നത്. എൻ്റെ അമ്മ ചാകുകയല്ല, എൻ്റെ അമ്മ മരിച്ചതാണ്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് മേലിൽ ഇനിയുണ്ടല്ലോ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് ഉച്ചരിക്കാൻ പാടില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഞാനാണ്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടും. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. ഞാൻ പേജിൽ കൂടാണല്ലോ ഇതെല്ലാം ഇടുന്നത്. ഇതിനൊരു നിബന്ധനയുണ്ട്. നിബന്ധന അനുസരിച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ചെയ്യുക, താല്പര്യമില്ലാത്തവർ ചെയ്യണ്ട. എടാ, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത് അതെൻ്റെ മൗലിക അവകാശങ്ങളല്ലേ. അതിന് നിങ്ങൾക്കെന്താ ചെയ്തത്? നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് ഇടാൻ വന്നോ? ഞാനില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തേച്ച് പോ, അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തേച്ച് പൊക്കോളാൻ. എന്തിനാ വെറുതെ എൻ്റെ അപ്പനെയും കുഴിയിൽ പോയ എൻ്റെ ഈ 19 ദിവസമായിരിക്കുന്ന എൻ്റെ അമ്മയെ വരെ ചീത്ത വിളിക്കാൻ ഇറങ്ങിയിരിക്കുക, അവരുടെ പേര് ഉച്ചരിക്കുക. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല. ഉള്ള കാര്യം പറയാം. എനിക്ക് ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒന്നും അറിയാൻ വയ്യാത്ത ആളാണെന്ന് വിചാരിക്കരുത്. നല്ല ചീത്തയും തെറിയും വിളിക്കാൻ അറിയാം, നല്ലതായിട്ട് സംസാരിക്കാനും അറിയാം, ചീത്തയും തെറിയും വിളിക്കാനും അറിയാം, അടി കൊടുക്കേണ്ടിടത്ത് അടി കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ചുമ്മാ കളിക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങളെയും ചീത്ത വിളിക്കുന്നതും അതുപോലെ എന്നെ ചീത്ത വിളിക്കാൻ ഒരുങ്ങിയേക്കലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് മാന്യമായിട്ട് വരുന്നവർ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാലും കേട്ടാലും മതി. അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ കട്ട് ചെയ്ത് പോകും. എനിക്കൊരു വിഷയമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടും, എനിക്കിഷ്ടമുള്ള രീതിയിൽ നടക്കും. ആർക്കാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ഇതൊക്കെ അധികാരം തന്നിരിക്കുന്നത്? ഇത് അവരവരുടെ മൗലിക അവകാശങ്ങളല്ലേ. എടാ, ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ കൈ കണ്ടു, ഞാൻ സ്ലീവ്ലെസ്സിൻ്റെ ഒരു ബനിയനിട്ടു. എൻ്റെ കൈ കണ്ടാൽ എന്തും അതിനകത്ത് കാണാനിരിക്കുന്നത്? ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മറച്ചിട്ടാണ് വരുന്നത്. അല്ല, ഞാനുണ്ടല്ലോ മറയ്ക്കാതുണ്ടല്ലോ മുഴുവനെ പിറന്ന പാടി അങ്ങനെ എണ്ണീച്ച് വരുന്നതല്ല. ഞാൻ ആവശ്യമുള്ളത് മറച്ചിട്ട് തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലെങ്കിൽ ചീത്ത വിളിച്ചാൽ എന്നെയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ കുഴിയിൽ പോയ എൻ്റെ അപ്പനെയും അമ്മയും ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങളുടെ കുഴിയിൽ പോയ തന്തയും തള്ളയും ഞാൻ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരിക്കലും നിങ്ങളുടെ അപ്പനും അമ്മയൊന്നും ഞാൻ വിളിക്കത്തില്ല. അവർ ചത്തോ പട്ടിയാണ്. എൻ്റെ അമ്മയും ഒക്കെ മരിച്ചത് വലിയ രീതിയിൽ അടക്കം ചെയ്തതും എല്ലാ രീതിയിലും കല്ലറയുണ്ടാക്കി ചെയ്തിരിക്കുന്നത്. അല്ല, ഈ പറയുന്ന ആൾക്കാരുടെ ഈ ഫൈസൽ എന്ന് പറഞ്ഞ ഒരു മലപ്പുറംകാരനുണ്ട്, പിന്നെ ഷിജു എന്ന് പറഞ്ഞ ഒരു മലപ്പുറംകാരനുണ്ട്. ഇവർ കാണിച്ച കടി കൂടുതലാണെങ്കിൽ നിൻ്റെ കടിയൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. ഇങ്ങോട്ട് വേണ്ട, ഉറച്ചോട് വരണ്ട. മേലെ ഇനി എൻ്റെ അമ്മയുടെ അപ്പൻ്റെ പേര് ഉച്ചരിച്ചേക്കല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം. എന്നെ വേണമെങ്കിൽ ചീത്ത പറഞ്ഞു. പക്ഷേ ഞാനാണ് വീഡിയോസ് ചെയ്യുന്നത്. വീഡിയോസ് ചെയ്യുമ്പം നമുക്ക് അഭിപ്രായം പറയാൻ സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട്. നമുക്ക് അഭിപ്രായം പറയാമല്ലോ. ആരുടെ വീഡിയോസിനും എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷേ എന്നെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് മരിച്ചുപോയ ആളുടെയൊക്കെ പേര് പറയുന്നത്? എന്തിനാണ്? അത് ആവശ്യമില്ലാത്തൊരു ഉച്ചാരമാണല്ലോ അത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ നാണമില്ലേടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിനക്കൊക്കെ ഭാര്യയും നിനക്കൊക്കെ കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ. നീയൊക്കെ ഒരു ഫൈസൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചിനെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നിൻ്റെ കൊച്ചി ചത്തു പോയാൽ നിനക്ക് എത്ര വേദന ഉണ്ടാവും? അതുപോലെയാണ് എൻ്റെ അമ്മയുടെ പേരൊന്നും നീ ഉച്ചരിക്കണ്ട. എനിക്കിഷ്ടവുമില്ല നിൻ്റെയൊക്കെ ഒരു ഇടപാടും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. മേലെ ഇനി എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞേക്കല്ലോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ നല്ല തെറിയാൻ വിളിക്കും, ഉള്ള കാര്യം പറഞ്ഞേക്കാം.
ഒരുമാതിരി കോപ്പിലെ ഇടപാടും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, ഒരു പരിധിയുണ്ട്, സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ പല ആൾക്കാരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, എന്നെ പറയാറുണ്ട്. അതൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ ഞാനാണല്ലോ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ അമ്മയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എൻ്റെ അപ്പനാണോ ചെയ്യുന്നത്? 42 വർഷം മുമ്പ് ഞാനന്ന് തീരെ ചെറുതാണ്. ആ സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയതാണ്. കുഴി പോയ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അപ്പൻ്റെ പേരും കൊണ്ട് വന്നിരിക്കുക. ഇപ്പം അപ്പൻ്റെ പേര് പറയുക, 19 ദിവസം ആയി മരിച്ചുപോയ അമ്മയുടെ പേര് പറയുക. നിങ്ങൾക്ക് നാണമില്ലേ ഇതൊക്കെ പറയാനായിട്ട്? സത്യം പറഞ്ഞാൽ അമ്മ ഇപ്പം മണ്ണോട് മണ്ണായിട്ട് പോലുമില്ല, കുഴിയിലോട്ട് വെച്ചതേ ഉള്ളൂ. മനസ്സിലായോ? നാണമില്ലാത്ത ജന്തുക്കളായി അമ്മയുടെയും അപ്പൻ്റെയും പേരും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വീഡിയോസ് ചെയ്യുമ്പോൾ ഞാനല്ലേ ചെയ്യുന്നത്, അല്ല വീട്ടിലുള്ളവരെ വല്ലതും ആണോ ചെയ്യുന്നത്? വീട്ടിലുള്ളവരെയും മറ്റുള്ളവരെയും ഇത് പറയേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുന്ന ആൾക്കാരെയാണ് പറഞ്ഞാൽ മതി. പറയണമെന്ന് അത്ര എന്നെ നിങ്ങൾക്ക് പറയണം, അല്ലെങ്കിൽ എന്നെ 2 ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു, ഓക്കെ. അതിന് വീട്ടിലുള്ളവരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഞാൻ എത്രയോ പെണ്ണുങ്ങൾ എന്തെല്ലാം വീഡിയോസുകൾ ചെയ്യുന്നു, എത്ര പൈസ കൊടുത്ത് ലൈവിൽ പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഞാൻ ആർക്കൊന്നും ഒരു ദ്രോഹവും പറയാറില്ല, ഒന്നും പറയാറുമില്ല, ചെയ്യാറുമില്ല. ഞാൻ എൻ്റെ പാടെ വിരുദ്ധിയെ നോക്കി ഞാൻ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ കയറി ചൊറിയാൻ ദയവ് ചെയ്ത് വരില്ല. എനിക്കിഷ്ടമേ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം പോയി നോക്ക്, നിങ്ങളുടെ കുടുംബം പോയി നോക്ക്. നിൻ്റെയൊക്കെ കുടുംബവും ഭാര്യയും നിൻ്റെയൊക്കെ ഭാര്യമാരാരെങ്കിലും ആണുങ്ങളെ കുറിച്ച് വിളിച്ചോടി പോകുന്നുണ്ടോ? എന്തേലും നീയൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ കീശണ പണി നടക്കുമ്പോഴേ നിൻ്റെ ഭാര്യമാർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് പോയി നോക്ക്. അതാ ഏറ്റവും നല്ലത്. എൻ്റെ കാര്യമൊന്നും നോക്കാൻ വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് 2-3 ആണുങ്ങളൊക്കെ ഉള്ളത്, വീട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങൾ തന്നെയുള്ളത്. അന്നാ ശവമടക്കത്തിൽ കണ്ടതാണല്ലോ, ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. സാധാരണ എൻ്റെ അമ്മയെ കുറിച്ചിട്ട് എല്ലാവരെയും കുറിച്ചിട്ട് നോണം കാണോ? സ്വന്തമായിട്ട് സ്ഥലം ഞങ്ങളെ 2 ആണുങ്ങൾ കൂടിയുണ്ടല്ലോ, സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടാണ് കല്ലറ അതി വെച്ചത്. മനസ്സിലായി? എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം. അല്ലാതെ പള്ളിക്ക് ഒരു ശ്മശാനമുണ്ട്, അവിടെ അല്ല ഈ കല്ലറ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചെടുത്താണ് കല്ലറ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു. 1 ലക്ഷം രൂപയാണ് കല്ലറ പണിതതിന്. 12 അടി താഴ്ചയിലാണ് പണിതിരിക്കുന്നത്. കാരണം കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ പണിതിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പണിതോന്നില്ല, അതെനിക്ക് നിങ്ങളുടെ ഒന്നും കാര്യം അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മേലെ ഇനി എൻ്റെ അമ്മയും അപ്പനെയും പറഞ്ഞേക്കല്ലേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫൈസലിനോടും ഷിജുവിനോടും വേണം പ്രത്യേകം പറയുന്നത്. അവർ കാണിച്ചിട്ട് കടി കൂടുതലാണെങ്കിൽ പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. അവരെവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് പോയി നോക്കാം. അല്ല എൻ്റെ പുറകെ ചൊറിയാൻ നിൽക്കല്ലേ. സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ചൊറിയാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം വളരെ മോശമാണ്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. അല്ലാത്ത ഒരു രീതിയിൽ എനിക്കൊരു മോശമായിട്ടൊരു സ്വഭാവവും കാര്യങ്ങളും ഉണ്ട് താനും. കുഴി പോയി 19 ദിവസം കുഴി, ഇന്നലെ 18 ദിവസം, ഇന്നലത്തെ ഇതിനകത്താണ് ഞാൻ കണ്ടത്. 18 ദിവസമായ തള്ള, കുഴിയിൽ പോയ തള്ളയുടെ പേര് പറഞ്ഞിരിക്കുക. തള്ള 40 കഴിഞ്ഞോ ചത്ത് ചാകാൻ എന്താ? നിൻ്റെ വീട്ടിലെ വേലക്കാരത്തിയാണോടാ എൻ്റെ അമ്മ? എടാ, എൻ്റെ അമ്മയ്ക്കും അപ്പനും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. വിദ്യാഭ്യാസവും ഡിഗ്രിയും അതുപോലെ തന്നെ ഒരു നേവിയിൽ ഓഫീസറാണ് എൻ്റെ അപ്പൻ. മനസ്സിലായി? അല്ലാതെ പട്ടിയെ പോണക്കുള്ള ആളല്ലടാ. അതുപോലെ തന്നെ എൻ്റെ അമ്മ പെൻഷനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന നല്ലൊരു സ്ത്രീയാടാ. അല്ല നിൻ്റെയൊന്നും അമ്മയെ പോണക്കുള്ള കേസുകളൊന്നുമല്ല. മേലായും പറഞ്ഞേക്കാം അങ്ങനത്തെ വാക്കുകൾ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയുടെ പേരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്കിഷ്ടമില്ലാത്ത സംഭവം. ഞാൻ ചീത്തയും തെറിയും ഒന്നുമല്ല പറഞ്ഞേ. ഇതിപ്പോൾ എൻ്റെ പേജിൽ കൂടി വിടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് വേറൊരു സ്വഭാവം, ഒരു ഡയലോഗ് ഉണ്ട്. അതല്ല ഞാൻ സംസാരിക്കുന്നത്. മര്യാദയുടെ രീതി തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇനി മേലിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞേക്കല്ല. എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ തന്തയാണ്, നിൻ്റെ അമ്മയാണ്, നിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. എന്നെ ആൾക്കാർ, ഞാൻ വീഡിയോസ് സാരി ഉടുക്കുന്ന വീഡിയോസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പല വീഡിയോസും ഞാൻ ചെയ്യും. എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ ചെയ്യും. അതിനെന്താണ്? എടാ എൻ്റെ പേജിനകത്ത് എനിക്കിഷ്ടമുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് ഛേദം? നിങ്ങളുടെ ആരുടെയും പെങ്ങളും നിങ്ങളുടെ ആരുടെയും കസിനും നിങ്ങളുടെ ആരുമല്ലല്ലോ ഞാൻ. ഇതെന്തൊരു കേസാണ്? എൻ്റെ പുറകെ ഞാൻ പിടിച്ച് ഇങ്ങനെ ചൊറിയാൻ നടക്കുന്നത്. ചേച്ചി വേറെ പണി നോക്ക്. മേലെ നീ എൻ്റെ പുറകെ വന്നേക്കില്ല ഇങ്ങനത്തെ ഡയലോഗും കൊണ്ട്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇപ്പം ഞാനെടുത്ത ഈ വീഡിയോസ് ഇപ്പം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.